ഹലോ ഡിയർ ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുക. പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സീരീസിലെ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പ്ലേസസ് ഇൻ ന്യൂസ്. മൗണ്ട് എറേബസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ, പക്ഷെ ഇത്തവണത്തെ UPSC പ്രിലിംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് എങ്ങനെയായിരുന്നു? മൗണ്ട് എറേബസ്, വൺ ഓഫ് എർത്ത്സ് മോസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോസ്, സ്പ്യൂസ് $6,000 in gold dust every day. $6,000 വിലമതിക്കുന്ന ഗോൾഡ് ഡസ്റ്റ് ആക്കി, അതായത് പൊടിയാക്കി പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്റ്റീവ് വോൾക്കാനോ. ഇത് ന്യൂസിൽ വന്ന ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ് ഞാനിവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മൗണ്ട് എറേബസ് ന്യൂസിൽ വളരെയധികം ഫേമസ് ആയി നിൽക്കുകയാണ്. കാരണം വോൾക്കാനോയിൽ നിന്ന് പുറത്തേക്ക് ലാവാ പ്രവാഹം മാത്രമല്ല, അതിൻ്റെ അകത്ത് ഡസ്റ്റ്, ഗോൾഡിന്റെ ഡസ്റ്റ് ആണ് വരിക. അതായത് പെർ ഡേ ആണ്, പെർ ഡേ $6,000 വിലമതിക്കുന്ന സ്വർണം ഡസ്റ്റ് രൂപത്തിൽ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് തള്ളുകയാണെന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൗണ്ട് എറേബസ് വളരെ ഫേമസ് ആയിട്ട് ലൈം ലൈറ്റിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു മൗണ്ട് ആണ്. ഇത് എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. മൗണ്ട് എറേബസ് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് വോൾക്കാനോ ഇൻ അന്റാർട്ടിക്ക. അപ്പൊ അന്റാർട്ടിക്കയിലാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പൊ അന്റാർട്ടിക്കയിലെ സെക്കൻഡ് ഹയസ്റ്റ് വോൾക്കാനോയാണ്, അതുപോലെ തന്നെ ഹയസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോയുമാണ്. അപ്പം അന്റാർട്ടിക്കയിലെ സെക്കൻഡ് ഹയസ്റ്റ് വോൾക്കാനോയുമാണ് അന്റാർട്ടിക്കയിലെ ഹയസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ. ആക്റ്റീവ് വോൾക്കാനോയാണ്, അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഇപ്പൊ ലാവാ പ്രവാഹത്തിന്റെ ഒപ്പം തന്നെ ഗോൾഡിന്റെ ഡസ്റ്റ് വരുന്നതായിട്ട് ന്യൂസിൽ വന്നത്. ഇൻ അന്റാർട്ടിക്ക ആൻഡ് ദ സദേൺ മോസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ഓൺ എർത്ത്. വീണ്ടും പ്രത്യേകതയുണ്ട്, എർത്തിന്റെ സദേൺ മോസ്റ്റ് സൈഡിലുള്ള ആക്റ്റീവ് വോൾക്കാനോയാണ് മൗണ്ട് എറേബസ് എന്ന് പറയുന്നത്. മൗണ്ട് എറേബസ് അന്റാർട്ടിക്കയിലെ സെക്കൻഡ് ഹയസ്റ്റ് വോൾക്കാനോയാണ്. ആക്റ്റീവ് വോൾക്കാനോസിൽ അന്റാർട്ടിക്കയിലെ ഹയസ്റ്റ് വോൾക്കാനോയാണ്. അതുപോലെ തന്നെ എർത്തിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള സദേൺ മോസ്റ്റ് സൈഡിൽ, എർത്തിന്റെ ഏറ്റവും സദേൺ സൈഡിലുള്ള ആക്റ്റീവ് വോൾക്കാനോയുമാണ് മൗണ്ട് എറേബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അന്റാർട്ടിക്കയിലെ സെക്കൻഡ് ഹയസ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു ഫാക്ച്വൽ തിങ് കൂടി പറയാം. മൗണ്ട് സിഡ്ലി ഇസ് ദ ഹയസ്റ്റ് വോൾക്കാനോ ഇൻ അന്റാർട്ടിക്ക. ഹയസ്റ്റ് വോൾക്കാനോ ആണ്, പക്ഷെ അത് ആക്റ്റീവ് വോൾക്കാനോ അല്ല. ഹയസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത് നമ്മുടെ മൗണ്ട് എറേബസ് തന്നെയാണ്. അപ്പൊ അന്റാർട്ടിക്കയിലെ ഹയസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോയുമാണ്, അതുപോലെ തന്നെ ഭൂമിയുടെ തെക്കേ അറ്റത്തെ ഏറ്റവും വലിയ ആക്റ്റീവ് വോൾക്കാനോയും കൂടിയാണ്. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു, അന്റാർട്ടിക്കയിലാണെന്ന് പറഞ്ഞോളൂ. അന്റാർട്ടിക്കയിൽ എവിടെയാണ് എന്നുള്ളതും കൃത്യമായിട്ടൊന്ന് മാപ്പിൽ നോക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും. ദിസ് വോൾക്കാനോ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ റോസ് ഡിപ്പെൻഡൻസി ഓൺ റോസ് ഐലൻഡ്. റോസ് ഐലൻഡിലെ റോസ് ഡിപ്പെൻഡൻസി എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ റീജിയണിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന ആക്റ്റീവ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത്. വിച്ച് ഈസ് ഓൾസോ ഹോം ടു 3 ഇൻആക്റ്റീവ് വോൾക്കാനോസ്. ഈ റോസ് ഐലൻഡിൽ തന്നെ 3 ഇൻആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോസും ഉണ്ട്. മൗണ്ട് ടെറർ, മൗണ്ട് ബേഡ് ആൻഡ് മൗണ്ട് ടെറനോവ. അപ്പൊ ഈ പറയുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എറേബസിനെ കൂടാതെ റോസ് ഐലൻഡില് വേറെയും വോൾക്കാനോസ് ഉണ്ട്, പക്ഷെ അതെല്ലാം ഇനാക്റ്റീവ് ആണ്. അപ്പൊ എറേബസ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോൾക്കാനോ ആണെന്ന് ഓർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഈ മൗണ്ട് എറേബസിനെ കുറിച്ച് പറയുമ്പോൾ, ഈ മൗണ്ട് എറേബസ് ജോഗ്രഫിയിൽ നമ്മൾ വോൾക്കാനോസിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജോഗ്രഫിയിൽ ഈ എറേബസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പോളിജെനറ്റിക് സ്ട്രാറ്റോ വോൾക്കാനോ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അപ്പൊ മൗണ്ട് എറേബസിനെ ജോഗ്രഫിയിൽ നമ്മൾ വോൾക്കാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു വോൾക്കാനോയെ, ഈ ഒരു ആക്റ്റീവ് വോൾക്കാനോനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പോളിജെനറ്റിക് സ്ട്രാറ്റോ വോൾക്കാനോ. അപ്പൊ പോളിജെനറ്റിക് എന്ന് പറയുന്ന ടേം വോൾക്കാനോയുമായി ബന്ധപ്പെടുത്തുമ്പോൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പോളിജെനറ്റിക് മീൻസ് എ വോൾക്കാനോ ഇറപ്റ്റ് റിപ്പീറ്റഡ്ലി. ആക്റ്റീവ് വോൾക്കാനോ തന്നെ എല്ലാം റിപ്പീറ്റഡ്ലി
ഇറപ്റ്റ് ചെയ്യില്ല. അപ്പൊ ഈ പറയുന്ന മൗണ്ട് എറേബസ് സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഡെയിലി അതിൽ നിന്ന് $6000 വില മതിക്കുന്ന സ്വർണത്തിന്റെ ആശാണ് തെറിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റഡ്ലി എറപ്റ്റ് ചെയ്യുന്ന വോൾക്കാനോസിനെയാണ് പോളിജെനറ്റിക് എന്ന് പറയുക. ഇനി സ്ട്രാറ്റോ വോൾക്കാനോ എന്ന് പറയുന്നത് വോൾക്കാനോസിന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അതിന് മറ്റൊരു പേരാണ് കോമ്പോസൈറ്റ് വോൾക്കാനോ. ഇതെല്ലാം നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് പഠിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നതുകൊണ്ട് ചിലപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് ആ സ്ഥലം വെച്ചും ചോദ്യം വരാം, വോൾക്കാനോയെ കുറിച്ചുള്ള ക്ലാസിഫിക്കേഷനെ വെച്ചും നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോ ഈ പറയുന്ന സ്ട്രാറ്റോ വോൾക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോമ്പോസൈറ്റ് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ, ഇസ് എ കോണിക്കൽ വോൾക്കാനോ ബിൽറ്റ് അപ്പ് ബൈ മെനി ലെയേഴ്സ് ഓഫ് ഹാർഡൻഡ് ലാവ ആൻഡ് ടെഫ്ര. ഹാർഡൻഡ് ലാവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മോൾട്ടൺ സ്റ്റേജിലുള്ള ആ സാധനമാണ്. മാഗ്മ പുറത്തേക്ക് വരുന്നു, ലാവയാകുന്നു. അപ്പൊ ഹാർഡൻഡ് ലാവയാണ്. ടെഫ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റഡ് മെറ്റീരിയൽ ആണ്, അതായത് കല്ലും പൊടിയും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്ന സാധനമാണ്. അപ്പൊ ഇതെല്ലാം പലതവണ പോളിജെനറ്റിക് ആണെന്ന് പറഞ്ഞു. അപ്പം റിപ്പീറ്റഡ്ലി എറപ്റ്റ് ചെയ്യുന്നുണ്ട്, പലതവണ എറപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പുറത്തേക്ക് വരുന്ന മാഗ്മ അത് ഹാർഡൻഡ് ലാവയായിട്ട് പെട്ടെന്ന് മാറുകയും അതിനോടൊപ്പം തന്നെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നു. അതിനെയാണ് നമ്മൾ ടെഫ്ര എന്ന് പറയുക. ഇതെല്ലാം പലതവണ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി അടിഞ്ഞുകൂടി സ്ട്രാറ്റാസ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ്, സ്ട്രാറ്റകളായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റോ വോൾക്കാനോ. അതിനെ തന്നെയാണ് കോമ്പോസിറ്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് വോൾക്കാനോയുടെ മറ്റൊരു പേരാണ് സ്ട്രാറ്റോ വോൾക്കാനോ. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച മൗണ്ട് എറേബസ് എന്ന് പറയുന്നത് സ്ട്രാറ്റോ വോൾക്കാനോയാണ്, സ്ട്രാറ്റകളായിട്ടാണ് കാണുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ കോണിക്കൽ ഷേപ്പിലാണ് ഇരിക്കുക. ഇത് കണ്ടല്ലോ, ഇത് ആദ്യ തവണ ഇത് ഇറപ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും ആദ്യമേ ഇരിക്കുക. അപ്പൊ അതിൽ നിന്നുള്ള ലാവ പുറത്തേക്ക് ഒഴുകി ഇവിടെ തന്നെ വീഴുന്നു. അതങ്ങനെ പലതവണ വീണ് ഈ കാണുന്ന ഒരു സ്ട്രക്ചറിലേക്ക് എത്തുന്നത്. അപ്പൊ ഓരോ തവണയും ലാവ ഒഴുകി വരുമ്പോൾ അത് ഓരോ സ്ട്രാറ്റകളായിട്ടാണ് അവിടെ അടിഞ്ഞുകൂടുക. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രാറ്റ വോൾക്കാനോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് വോൾക്കാനോസിൽ, ഇതുമായി ബന്ധമില്ല എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. മറ്റൊരു ടൈപ്പ് വോൾക്കാനോയാണ് ഷീൽഡ് വോൾക്കാനോ എന്ന് പറയും. ഷീൽഡ് വോൾക്കാനോ എന്ന് പറയും. അപ്പൊ ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്ട് ഒരു ഷീൽഡ് കണക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. കോണിക്കൽ ഷേപ്പ് അല്ല, ഷീൽഡ് ആയിട്ടാണ് ഇരിക്കുക. ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ട്രാറ്റോ വോൾക്കാനോയിൽ വരുന്ന മാഗ്മ പുറത്തേക്ക് വരുമ്പോൾ അതിന് നമ്മൾ ലാവ എന്നാണ് പറയുക. ലാവ ഹാർഡൻഡ് ലാവയാണ്, അതായത് വിസ്കോസിറ്റി കൂടിയ ലാവയാണ്, പരന്നൊഴുകില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ കോണിക്കൽ ഷേപ്പിലേക്ക് പോകും. എന്നാൽ നമുക്കിപ്പോൾ അറിയാം, നമ്മളൊരു ഓയിൽ അല്ലെങ്കിൽ വാട്ടറും തമ്മിലുള്ള വ്യത്യാസം. വെള്ളം ഒഴിച്ചാൽ വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകും. പകരം നമ്മളൊരു വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ അത് കുറച്ചുകൂടി കട്ടിയാണ്, ഹാർഡൻഡ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്ട്രാറ്റോ വോൾക്കാനോയിൽ നിന്ന് പുറത്തു വരുന്ന മാഗ്മ അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന ലാവ ഒരു ഹാർഡൻഡ് ആണ്. അത് പെട്ടെന്ന് തന്നെ സോളിഡ് ആയിട്ട് മാറും. അപ്പൊ അധിക ദൂരം അത് ഒഴുകിപ്പോവില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വോൾക്കാനോ സ്ട്രാറ്റോ വോൾക്കാനോ അല്ലെങ്കിൽ കോമ്പോസൈറ്റ് വോൾക്കാനോ ആയിട്ട് മാറും. എന്നാൽ ഈ പുറത്തേക്ക് വരുന്ന മാഗ്മ അല്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ ലാവയായിട്ടാണ്, ലാവ എന്നാണ് പറയുക. ഈ ലാവയുടെ വിസ്കോസിറ്റി കുറവാണെങ്കിൽ അത് മാക്സിമം ദൂരത്തേക്ക് പരന്നൊഴുകും. അങ്ങനെ പരന്നൊഴുകുമ്പോൾ ആ വോൾക്കാനോ ഒരു ഷീൽഡ് പോലെ ആയിരിക്കും രൂപപ്പെടുക, കോണിക്കൽ ഷേപ്പ് ആവില്ല. അപ്പൊ അങ്ങനെയും വോൾക്കാനോസ് ഉണ്ട്. അപ്പൊ ഷീൽഡ് വോൾക്കാനോ ഉണ്ട്. നമ്മൾ ഇവിടെ പഠിച്ച വോൾക്കാനോ കോണിക്കൽ ഷേപ്പിലാണ്, സ്ട്രാറ്റോ വോൾക്കാനോയാണ് അല്ലെങ്കിൽ കോമ്പോസൈറ്റ് വോൾക്കാനോയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. കീപ് ഗോയിങ്. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.